നല്ല നാടൻ സാമ്പാർ എളുപ്പത്തിലൊന്ന് വെച്ചാലോ നമുക്ക്? നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു കഷ്ണം വെള്ളരി, ഒരു ചെറിയ കഷ്ണം പടവലം, പിന്നെ 3 അമരപ്പയർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഒരു 6-7 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ആവശ്യത്തിന്, ഒരു കായം, ഞാൻ NSൻ്റെ 10ൻ്റെ ഒരു കായമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് നേരത്തെ തന്നെ അമരപ്പയർ ഇട്ട് കുതിരാനായിട്ട് വെക്കും ഒരു 10 മിനിറ്റ്. ഞാൻ നല്ല കട്ടിയുള്ള അമരപ്പയറാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അതിലേക്ക് തന്നെ ഈ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂണിൽ താഴെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 10 രൂപയുടെ കായത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒരു വിസിൽ കേൾക്കുന്നത്, ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കും. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ വെച്ചേക്കും. എന്നിട്ട് ഇതെല്ലാം ആവി പോയി കഴിയുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് പുളി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിഴിപുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. അത് നിങ്ങളതിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് പിഴിപുളി കൂടെ ചേർത്ത് കൊടുത്തൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് കടുക് വറുത്തിട്ട് അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിലും താഴെ മുളക് പൊടിയേ ചേർക്കുള്ളൂ. കാരണം എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ആ സമയത്താണ് നമ്മൾ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഒരു തക്കാളിപ്പഴത്തിൻ്റെ പകുതിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് വഴട്ടും. പിന്നെ അതൊന്ന് വാടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇച്ചിരി ജീരകപ്പൊടിയും ലേശം ഉലുവാപ്പൊടിയും ചേർക്കും. അതൊക്കെ 1/4 ടീസ്പൂണിലും താഴെ ചേർക്കത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് പകുതി കായം കൂടെ പിന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി നമ്മുടെ സാമ്പാറിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടും തിളപ്പിക്കും. നല്ല രുചിയാണ്, തീർച്ചയായിട്ടും വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.